യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ നൽകാൻ തീരുമാനിച്ചു. കൂടാതെ എന്റെ അബുദാബിയിലുള്ള അബ്ദുൾ റൌഫ് എന്ന സുഹൃത്തുമായി ചേർന്നുകൊണ്ടാണ് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സുഹൃത്തായ അബ്ദുൾ റൌഫിന്റെ ഫ്രണ്ടാണ് യമനിലുള്ള ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ. ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പോ എന്നെ കുറിച്ച് അബ്ദുറഹീമിന്റെ രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ ഇസുദ്ദീൻ എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് റൌഫിനോട് പറഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോ ഇങ്ങനെ നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നൊക്കെയുള്ള സംഭാഷണം വന്നപ്പോ ഇസുദ്ദീൻ പറഞ്ഞു, യമനി തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട്, അവിടെ ഗ്രാമത്തലവനും പിന്നെന്തോ ഷെയ്ഖോ അങ്ങനെയൊക്കെ പറഞ്ഞു, ഇവരൊക്കെ കൂടെ കുടുംബാംഗങ്ങളൊക്കെ കൂടെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ മാസം ശ്രമിച്ചപ്പോഴൊക്കെ പതിവ് പോലെ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ അതേപോലെ തന്നെ അനുഭവമാണ് എനിക്കുണ്ടായത്. പൈസ കൊടുത്താലും അവർ കുടുംബത്തിലുള്ള ചിലവരൊക്കെ ക്ഷമിക്കാൻ തയ്യാറല്ല എന്നതായിരുന്നു ഇവിടുത്തെ വലിയൊരു ചലഞ്ച്. അബ്ദുറഹീമിന് 44 കോടി 34 കോടി രൂപ ലഭിക്കണം എന്നുള്ള മാത്രമായിരുന്നു വിഷയം. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ചലഞ്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അവസാന നിമിഷം വരെ എത്തിച്ചേർന്നത്. പക്ഷേ അവസാന നിമിഷത്തിൽ 2 ദിവസമായിട്ട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ അവിടെയുള്ള ഗ്രാമത്തലവനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രക്ഷിക്കാൻ, ആ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ആണ് വീഡിയോയിലൂടെ ഞാനുമായിട്ട് സംസാരിച്ചത്. ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു പ്രൂഫ് വേണമല്ലോ, ഇവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളും. പിന്നെ എന്ത് ചെയ്താലും അവസാനം നമുക്ക് കിട്ടാനുള്ളത് കിട്ടുമല്ലോ. നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും. അത് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്, എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് അവസാനം ഉണ്ടാവുന്നുള്ളത്. അത് പ്രശ്നമല്ല, അതുകൊണ്ട് പിന്മാറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അറബിയും ഈ അബ്ദുൾ റൌഫ് എന്റെ ഫ്രണ്ടൊക്കെ വീഡിയോയിലൂടെ സംസാരിക്കുന്നു. അവർ മറ്റവരുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അങ്ങനെ അവരിൽ വിശ്വസിച്ചുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ 1 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതും ബാക്കി പൈസ പിരിച്ചെടുക്കുക മലയാളികൾ തരും. 34 കോടി ചോദിച്ചപ്പോൾ 44 കോടി തന്ന മലയാളികൾ തീർച്ചയായും കട്ടയ്ക്ക് നിൽക്കും. പുലിക്കുട്ടികളാണ്. ഒരു അത്യാവശ്യം വന്നാൽ ജാതി മതമൊക്കെ മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃകയായിട്ടുണ്ട്. വീണ്ടും അതിവിടെ ആവർത്തിക്കപ്പെടും. അതാണ് മലയാളികൾ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് നിമിഷപ്രിയയുടെ സഹായ കമ്മിറ്റി ഉണ്ട് എന്നറിയാൻ സാധിച്ചു. അവരെന്തോരം പിരിച്ചിട്ടുണ്ട്, എത്രയുണ്ട് ഇതൊന്നും അറിയില്ല. വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. നിമിഷയുടെ മോചനത്തിന് വേണ്ടിയിട്ട് യമൻ പൗരൻ മുഖേന ഈ മരിച്ചയാളുടെ കുടുംബവുമായിട്ട് ബോബി ചെമ്മണ്ണൂർ ബന്ധപ്പെട്ടിരുന്നു. ദയാവധം സ്വീകരിക്കാനുള്ള സന്നദ്ധത കുടുംബം അറിയിച്ചുവെന്നാണ് ബോബി ചെമ്മണ്ണൂരോട് ഈ ഒരു യമൻ പൗരൻ അറിയിച്ചത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ ഈ ഒരു കുടുംബം 8 കോടിയോളം രൂപയാണ് ഈ ഒരു ദയാവധമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിമിഷയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പിലാക്കാൻ യമൻ ഭരണകൂടം നേരത്തെ തീരുമാനിച്ചിരുന്നു. മോചന നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ചുള്ള ഈ ഒരു ഉത്തരവ് വരുന്നത്. യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഈ ഒരു ഉത്തരവ് ലഭിച്ചത്. പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ യമനിലെ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ ഒരു പൗരനെ കൊലപ്പെടുത്തി എന്നാണ് കേസ്. വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായിട്ടുള്ള വഴികളെല്ലാം അടഞ്ഞതായും സനായിലെ മഹദിയുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് ഇനി നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം എന്നാണ് പുറത്തു വരുന്ന വിവരം. തനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ ഭർത്താവായ ടോമി തോമസ് പറയുന്നത്. നിമിഷപ്രിയയുമായി എല്ലാ ദിവസവും ഫോൺ വഴി ടോമി ബന്ധപ്പെടാറുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുപിടിച്ച് ശ്രമിക്കുന്നതോടെ അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നിമിഷപ്രിയയുമായി പതിവായി സംസാരിക്കുന്നുണ്ട്. അവൾക്ക് മെസ്സേജ് അയക്കാനും കഴിയും. ഇന്നലെ ഞാൻ ഗവർണറെ കണ്ടിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ച് എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിനുമൊപ്പം ഞങ്ങളുടെ അഭിഭാഷകനും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് ടോമി പറഞ്ഞത്. വധശിക്ഷ ജൂലൈ 16 നിശ്ചയിച്ച വിവരം നിമിഷപ്രിയയെ അറിയിക്കുകയും സനയിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായിട്ട് വാട്സാപ്പ്, ടെക്സ്റ്റ്, വോയിസ് മെസ്സേജുകളിലൂടെയാണ് ബന്ധപ്പെടുന്നത്. ജയിലിന്റെ ചെയർമാൻ നേരിട്ട് നിമിഷപ്രിയയെ വധശിക്ഷ തീരുമാനവും തീയതിയും അറിയിച്ചു. ജയിൽ അധികൃതർ വധശിക്ഷ തീയതി അവളെ അറിയിച്ചതോടെ ആകെ പരവശയായി വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. മോചനത്തിന് എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്നും അറിയിച്ചു എന്ന് ടോമി പറയുകയാണ്. സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി ഇതുവരെ വധശിക്ഷ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല.
ഇന്ത്യക്ക് യമനിൽ എംബസി ഇല്ലതാനും. ഈ മേഖല വിമത പടയായ ഹൂതികളുടെ പക്കലാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള നയതന്ത്ര ഇടപെടൽ സാധ്യവുമല്ല. യമനി ജയിലിലെ തടവുകാർക്ക് പരിമിതമായിട്ടുള്ള രീതിയിൽ വാട്സാപ്പ് ഉപയോഗിച്ച് കുടുംബവുമായിട്ട് ആശയവിനിമയം നടത്താം. അങ്ങനെയാണ് അവിടെ നടക്കുന്നതെല്ലാം നിമിഷപ്രിയെ തന്നെ അറിയിക്കുന്നുണ്ടെന്ന് ടോമി തോമസ് പറഞ്ഞത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിവരങ്ങളും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിക്ക് കൈമാറി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹർജിക്കാരുടെ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് അറ്റോർണി ജനറലിനെ വിവരങ്ങൾ ധരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം AGയുടെ ഓഫീസ് ആരാഞ്ഞു എന്നാണ് വിവരം. കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതും തടയണമെന്നും ഇതിനെ അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു.